മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. ജില്ലാ പോലീസ് മേധാവിയുടെ ടീംസ് ഉണ്ട്. ഇപ്പോൾ ഒബ്സീനായിട്ടുള്ള കമൻറ്റ്സ്, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിനെതിരെയുള്ള കമൻറ്റ്സ്, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രോസസ്സിന് വിഷിയേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പവേഴ്സ് പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായിട്ട് ഇടപെടുന്നത്. പിന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പരാതി ഉണ്ടെങ്കിൽ, എടുത്ത സ്റ്റെപ്സിനെതിരെ പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു പ്രോസസ് കൂടിയുണ്ട്. പിന്നെ ഇപ്പോൾ നിലവിൽ സംഭവിച്ച കാര്യത്തിലും അവർ എല്ലാവർക്കും മെയിൽ അയച്ചിട്ടുണ്ട്. DGP അടക്കം എല്ലാവർക്കും മെയിൽ പോയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ കൃത്യമായിട്ട് ടേക്കപ്പ് ചെയ്തിട്ട് അത് റിസോൾവ് ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പോൾ കൃത്യമായിട്ടുള്ള എത്ര വീഡിയോസാണ് നമ്മൾ മാറ്റിയിട്ടുള്ളതിനുള്ളത് കണക്ക് നമ്മൾ പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ കൃത്യമായിട്ട് അവർ ഇടപെടാൻ വേണ്ടിയിട്ടുള്ള ഒരു പവേഴ്സ് അവർക്കുണ്ട്, അത് ഇടപെടുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ആ പ്രസ് നോട്ട് എല്ലാ മീഡിയനടുത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ അവർ കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ഇന്നലെ ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് ബാക്കി നടപടികൾ നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇല്ല, ഇപ്പോൾ ഇന്നലെയാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഞാൻ പരിശോധിക്കുന്നുണ്ട്. പിന്നെ ഒരു കൺസൾട്ടേഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തിന് ഉണ്ടാവണം. അത് അവരോട് കൺസൾട്ട് ചെയ്തിട്ട് ഉടൻ തന്നെ ഒരു നടപടി നമ്മൾ എടുക്കുന്നതായിരിക്കും. പോലീസ് പ്രവർത്തിക്കുന്നത് IT ആക്ട്, ഇൻ്റർമീഡിയറ്റ് ഗൈഡ് ലൈൻസ് അതനുസരിച്ചിട്ട് മാത്രമാണ്. പിന്നെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ഇല്ലേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ RP ആക്ട് 1950-51 അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ അവർ നിലവിലുള്ള ചട്ടങ്ങൾ അനുസരിച്ച് മാത്രമാണ് കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. പ്രത്യേകമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒന്നും നിർദ്ദേശം കൊടുക്കേണ്ടത് ആവശ്യമില്ല. കാരണം മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് എല്ലാവർക്കും ബാധകമാണ്. മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ വയലേഷൻ ഉണ്ടെങ്കിൽ അതിന് സംബന്ധപ്പെട്ട റിലവൻറ്റ് പ്രൊവിഷൻസ് ഓഫ് ലോ, അത് RP ആക്ട്, IT ആക്ട്, BNS അടക്കമുള്ള പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആണ്. സോ നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഒന്നും കൊടുത്തിട്ടില്ല. മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് ആണ് എല്ലാവർക്കും ബാധ്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ്. പിന്നെ ബാക്കി ഇലക്ട്രൽ ലോസ് എന്ന് അറിയപ്പെടുന്ന RP ആക്ട് 1950-51, കോണ്ടക്ട് ഓഫ് റൂൾസ് 1961, ഇതാണ് എല്ലാവർക്കും ബാധ്യമായിട്ടുള്ള ഒരു ആക്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.